കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി ചേറ്റുകുണ്ട് കീക്കാൻ വൃന്ദാവൻ ബാലഗോകുലം ഇത്തവണയും ഭക്ഷ്യമേള നടത്തി. 10 ഇലക്കറികളും നാടൻ ഇലക്കറികളും വിഭവങ്ങളും പരിചയപ്പെടുത്തുന്നതിനായാണ് ഇവർ വേറിട്ട വിഭവമേള സംഘടിപ്പിച്ചത്. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. കർക്കിടക മാസത്തിൽ പരമ്പരാഗതമായി ആരോഗ്യ സംരക്ഷണത്തിനായി ഉപയോഗിക്കാറുള്ള തഴുതാമ, ചേമ്പില, ചീര, മത്തനില, കുമ്പളത്തില, പയറില, തകര, ചേനയില, താള്, വെള്ളച്ചീര, ഉലുവയില എന്നിവയ്ക്ക് പുറമെ ചക്ക, വാഴ, കൂമ്പ് എന്നിവ ഉപയോഗിച്ചുള്ള വേറിട്ട 40-ലധികം വിഭവങ്ങളാണ് വൃന്ദാവന ബാലഗോകുലത്തിലെ മാതൃസമിതി അംഗങ്ങൾ ഒരുക്കിയത്. ഔഷധ ഗുണമുള്ള നാട്ടുവിഭവങ്ങളെയും പാരമ്പര്യ ഭക്ഷണ രീതികളെയും പുതിയ തലമുറയിലേക്ക് എത്തിക്കുകയാണ് ഈ ഒരു മേളയുടെ ലക്ഷ്യമെന്ന് സംഘാടകർ പറഞ്ഞു. ಇದು ಆಟಿ ಅಂತ ಹೇಳಿದ್ರೆ ಈ ತಿಂಗಳಿನಲ್ಲಿ ನಮಗೆ ಬೇರೆ ರೀತಿಯ ತರಕಾರಿಗಳು ಇವೆಲ್ಲ ಸಿಗುವಂಥದ್ದು ಬಹಳ ಕಡಿಮೆ. ಹಾಗಾಗಿ ನಮ್ಮ ಸುತ್ತಮುತ್ತಲಿರುವಂತಹ ಸೊಪ್ಪುಗಳನ್ನು ಉಪಯೋಗಿಸಿ ಅದನ್ನು ಉಪಯೋಗಿಸೋದ್ರಿಂದ ಜೀವ ನಿರೋಧಕ ಶಕ್ತಿಯು ಕೂಡ ನಮ್ಮಲ್ಲಿ ಹೆಚ್ಚಾಗುವಂಥದ್ದು. ಮಳೆ ಜಾಸ್ತಿ ಬರುವಂತಹ ಕಾರಣದಿಂದಾಗಿ ಬೇರೆ ಉತ್ಪನ್ನಗಳು ಯಾವುದು ನಮಗೆ ಸಿಗೋದಿಲ್ಲ ಈ ಸಮಯದಲ್ಲಿ. ಹಾಗಾಗಿ ನಮ್ಮ ಸುತ್ತಮುತ್ತಲಿರುವಂತಹ ಎಲೆಗಳನ್ನು ಮತ್ತು ಹಲಸಿನ ಕಾಯಿ ಆಗಿರ್ಬೋದು, ಅದರ ಬೀಜಗಳಾಗಿರ್ಬೋದು, ಇವೆಲ್ಲ ನಮಗೆ ಬಹಳಷ್ಟು ಪ್ರೋಟೀನನ್ನು ಕೂಡ ಕೊಡುವಂಥದ್ದಾಗಿದೆ. ಹಾಗಾಗಿ ನಾವಿವತ್ತು ನಮ್ಮ ಮಕ್ಕಳಿಗೆ ಇದರ ಕುರಿತಾಗಿ ತಿಳುವಳಿಕೆ ಸಿಗಲಿ ಅಂತೇಳಿ ಆಯೋಜಿಸಿದ್ದೇವೆ. ಈಗ ನಮ್ಮ ಅಮ್ಮನವರು ಹಲವಾರು ರೀತಿಯ ತಿಂಡಿಗಳನ್ನು ತಂದಿದ್ದಾರೆ. ಇದರಲ್ಲಿ ಒಂದು 40 ಬಗೆಯ ತಿಂಡಿಗಳನ್ನು ನಾವು ನೋಡ್ಬೋದಾಗಿದೆ. ಪತ್ರೊಡೆ ಆಗಿರ್ಬೋದು, ಮತ್ತು ಚಕ್ಕಡೆ ಸೊಪ್ಪಿನ ಪಲ್ಯ ಆಗಿರ್ಬೋದು, ಇದೆಲ್ಲ ಸಮಯದಲ್ಲಿ ಮಾಡಲಿಕ್ಕೆ ಸಾಧ್ಯ. ಈ ಮಳೆಗಾಲದಲ್ಲಿ ಮಾಡುವುದು. കർക്കിടക മാസം ആയുർവേദ മാസമായിട്ടാണ് അറിയപ്പെടുന്നത്. ഔഷധ ഗുണമുള്ള ഭക്ഷണങ്ങൾ ശരീരത്തിന് ഏറ്റവും അനുയോജ്യവും അനിവാര്യവുമാണ്. ഇത് വളർന്നുവരുന്ന ഇളം തലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുവാനായി അവർക്കിഷ്ടപ്പെടുന്ന രീതിയിൽ പുതുമയോടെയാണ് തങ്ങൾ വിഭവങ്ങൾ ഉണ്ടാക്കിയതെന്നും അമ്മമാർ പറഞ്ഞു. കർക്കിടക മാസത്തിൻ്റെ ആരംഭത്തിലായതുകൊണ്ട് നമ്മൾ ഈ കർക്കിടക മാസത്തിന് നമ്മൾ ആയുർവേദത്തിൻ്റെ രീതി അനുസരിച്ചാണ് നമ്മൾ കൊണ്ടുപോകാറുള്ളത്. മഴക്കാലം അനുസരിച്ച് നമ്മൾ ഈ സമയങ്ങളിൽ നമുക്ക് പുറത്തു പോയി ജോലിയെടുക്കാൻ പറ്റാതെ നമ്മൾ വീട്ടിൽ അടഞ്ഞിരിക്കുന്ന സാഹചര്യങ്ങളിൽ പണ്ടുള്ളവർ നമുക്ക് പറയും ആയുർവേദ ഭക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഉത്തിഷ്ടമായിട്ടുള്ള സമയമാണ് ഇതെന്ന്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പുത്തൻ തലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബാലഗോകുലത്തിൻ്റെ നേതൃത്വത്തിൽ ഇത്തരം ഒരു ഭക്ഷ്യമേള സംഘടിപ്പിക്കുന്നത്. അപ്പം അതിനകത്ത് പലതരം ഇലകൾ, അതുപോലെ തന്നെ ശരീരത്തിന് ആവശ്യമായി കിട്ടുന്ന എല്ലാത്തരം ഇതിനെയും പുതിയ കുട്ടികളുടെ രീതിക്കും സ്വാദിഷ്ടത്തിനും അനുസരിച്ച് പല രീതിയിലേക്ക് അമ്മമാർ അതിനെ മാറ്റിയെടുത്ത് അത് അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഈ ഒരു അവസരം ഉപയോഗിക്കുകയാണെന്നാണ് പറയുന്നത്. അത് കുട്ടികളുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണെന്ന് അവരിലേക്ക് എത്തിക്കുക എന്നുള്ള ആശയമാണ് ഞങ്ങളുടെ മെയിൻ ഉത്തരവ് എന്ന് പറയുന്നത്. മേളയിൽ പങ്കെടുക്കാനെത്തിയ കുട്ടികൾക്കും മുതിർന്നവർക്കും കുത്തരിക്കഞ്ഞിയോടൊപ്പം ഈ വിഭവങ്ങളും വിളമ്പി. ഇത് തുടർച്ചയായ 4ാമത്തെ വർഷമാണ് കീക്കാൻ വൃന്ദാവൻ ബാലഗോകുലത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇലക്കറികളുടെയും മറ്റ് നാടൻ വിഭവങ്ങളുടെയും മേള നടത്തുന്നത്. ബാലഗോകുലം കുട്ടികളെ കൊണ്ട് കണ്ണന് മാല ചാർത്തിച്ചാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത്. ഇതോടനുബന്ധിച്ച് നടത്തിയ ഗുരുപൂജയിൽ റിട്ടയർഡ് അധ്യാപിക ചന്ദ്രാവതി ടീച്ചറെ ആദരിച്ചു. കുട്ടികളെല്ലാം ചേർന്ന് ടീച്ചറുടെ പാദപൂജ ചെയ്ത് പുഷ്പമർപ്പിച്ചാണ് ഗുരുപൂജ നടത്തിയത്. ബാലഗോകുലം താലൂക്ക് അംഗങ്ങളായ പത്മനാഭൻ, മധു എന്നിവർ ടീച്ചറെ പൊന്നാടി അണിയിച്ചു. ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ അധ്യാപനം നടത്തിയ ചന്ദ്രാവതി ടീച്ചർ കുട്ടികളുമായി തൻ്റെ അനുഭവകഥ പങ്കുവച്ചു. റിട്ടയർഡ് പ്രധാനാധ്യാപകൻ സി സുബ്രായ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബാലഗോകുലത്തിലെ കുട്ടികളിൽ LSS, USS നേടിയവരെയും SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും അനുമോദിക്കുകയും ചെയ്തു. സുജാത, രേഷ്മ, രൂപേഷ്, സതീഷ് കാവടി, ജിജേഷ് എന്നിവർ സംസാരിച്ചു. രക്ഷാധികാരി നിരീക്ഷ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉദുമ.